അങ്ങനെ ബിഗ് ബോസിന്റെ ആദ്യത്തെ എപ്പിസോഡ് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ലോഞ്ച് എപ്പിസോഡ് കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി തൊട്ടടുത്ത ഒരു സ്ത്രീകളുടെ അടി ഉണ്ടായിരുന്നു എന്ന്. അവിടെ വെച്ചിട്ടാണ് എല്ലാവരും പിരിഞ്ഞു പോയത്. അപ്പോൾ വീണ്ടും ലൈവിൽ കുറേ കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ലൈവിൽ വന്നതിൻ്റെ വളരെ തുച്ഛം അംശം മാത്രമാണ് ഫുൾ എപ്പിസോഡിൽ വന്നിട്ടുള്ളത്. ഏതായാലും ഒരു ഓർഡറിൽ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ എപ്പിസോഡ് തന്നെ കാണണം. കാരണം എന്ന് വെച്ചാൽ എന്താണ് അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ എന്നൊക്കെ ഉള്ളത് എപ്പിസോഡ് കണ്ടാലേ നമുക്ക് ക്ലിയർ ആവത്തുള്ളൂ. അപ്പോൾ എപ്പിസോഡിലേക്ക് തന്നെ കിടക്കാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് സീരിയൽ ഗ്രാൻഡ്മയെ കാണുന്നതെങ്കിൽ പരിചയപ്പെടുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിയോ. ഇന്നത്തെ ആ ഒരു എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ കഴിഞ്ഞ ലോഞ്ച് എപ്പിസോഡിന് ശേഷമുള്ള ആ ഒരു സ്റ്റാർ ബാഡ്ജ് ഇല്ലേ, അപ്പോൾ എല്ലാവരും ആ ഒരു ലോഞ്ച് എല്ലാം കഴിഞ്ഞിട്ട് ആ ഒരു വേഷത്തിൽ തന്നെ ആ ഒരു ബാഡ്ജും ഒക്കെ കൊണ്ട് നടക്കുകയാണ്. അത് കിട്ടിയിട്ടുള്ളത് ആര്യൻ, ഷാനവാസ്, ബിന്നി ഇവർക്ക് 3 പേർക്കുമാണ്. അപ്പോൾ ഈ ഷാനവാസിൻ്റെ കയ്യിൽ നിന്ന് അക്ബർ അത് തട്ടിപ്പറിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന കുറേ ശ്രമങ്ങളാണ് അവിടെ നടന്നത്. അങ്ങനെ അവർ തമ്മിൽ തമാശയ്ക്ക് വളരെ ഹാപ്പി ആയിട്ട് രണ്ടുപേരും അങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ, അടിയിടിയൊന്നും ഉണ്ടാവണ്ടല്ലോ. അവരങ്ങോട്ടും ഇങ്ങോട്ടും ഫണ്ണായിട്ട് അതങ്ങോട്ട് പിടിക്കാൻ ശ്രമിക്കുമ്പോൾ അനീഷ് ദ കോമണറായിട്ടുള്ള അനീഷ് വന്നിട്ട് കുറച്ച് റൂഡായിട്ട് അത് കയ്യിൽ നിന്ന് മാറ്റിക്കേ, അത് ഞാൻ കൈമാറ്റ് എന്നും പറഞ്ഞിട്ട് ഭയങ്കര ഒരു ക്രൂവലായിട്ട്. അപ്പോൾ ഷാനവാസിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. നമ്മൾ കണ്ടിട്ടുള്ള ഒരു ക്രൂവലായിട്ടുള്ള ഒരു ക്യാരക്ടറും നായകനും ഒക്കെയാണ് ഷാനവാസ്. അപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ ഷാനവാസ് നല്ല ദേഷ്യം വന്നിട്ട് അനീഷിനെ അങ്ങോട്ട് എടുത്തിട്ട് പിഴിയുമെന്ന് കരുതിയെങ്കിൽ തെറ്റി. ഷാനവാസ് ശരിയോ തെറ്റോ എന്ന് നമുക്ക് നിർണ്ണയിക്കാൻ കഴിയില്ല, ഒരു ബുദ്ധിയാണ് പ്രയോഗിച്ചത്. അതായത് എന്തുവാ, ആ ബാഡ്ജ് വളരെ നിസ്സാരം പോലെ ഊരിയെടുത്ത്, ആ ബാഡ്ജിൻ്റെ ഗുണം അറിയാമോ, ആ ബാഡ്ജ് ഉണ്ടെങ്കിലേ ഇവർക്ക് ഈ കൊണ്ടുവന്ന ഡ്രസ്സ് അത്രയും ഇടാൻ പറ്റും. ആ ബാഡ്ജ് അങ്ങോട്ട് ഊരിയെടുത്ത് കണ്ണി കണ്ട, അതായത് അവിടെ മുമ്പിൽ കണ്ട ഒനിയൽ ചേട്ടൻ്റെ കയ്യിലോട്ട് അങ്ങ് കൊടുത്ത്, ഒനിയൽ ചേട്ടൻ എങ്ങോട്ടോ തപ്പി പോവുമായിരുന്നു. പുള്ളിക്കാരൻ ഇത് കണ്ടിട്ടേ കൊള്ളാല്ലേ എന്നിട്ട് പുള്ളിക്കാരനത് സൂക്ഷിക്കാൻ അറിയത്തില്ല. പിറകേന്ന് അക്ബറില്ല തട്ടിപ്പറിക്കാനായിട്ട് വന്നായിരുന്നല്ലോ, അത് ആ ഒനിയലിൻ്റെ കയ്യിൽ നിന്ന് അക്ബർ അത് മേടിച്ചുകൊണ്ട് പോയി. ഇതായിരുന്നു ആദ്യത്തെ സീൻ. ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസിൻ്റെ ആ ഒരു സീരിയസ്നെസ്സിലേക്ക് ഷാനവാസ് ഒട്ടും തന്നെ വന്നിട്ടില്ല. ഷാനവാസ് മാത്രമല്ല, ഒനിയിലും വന്നിട്ടില്ല. കുളിച്ച് ഫ്രഷായിട്ട് അടുത്ത ദിവസം തുടങ്ങാം എന്ന് കരുതിയിരിക്കുകയാണ് ഒനിയിൽ. ഈ പുരുഷ കേസരികളുടെ ഈ ഒരു ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള തട്ടുമുട്ട അടികളൊക്കെ ഓക്കെ നോർമലായിട്ട് അങ്ങ് കഴിഞ്ഞു. പക്ഷേ അവിടുത്തെ സ്ത്രീ ജനങ്ങൾ അത്രയും കൂടെ ആ പറയുന്ന ഒറ്റ ബാഡ്ജിന് വേണ്ടിയിട്ട്, അത് ബിന്നിയുടെ കയ്യിൽ നിന്ന് തട്ടിപ്പറിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. അതിനകത്ത് ഇവരെല്ലാവരും, ഒപ്പം നമ്മുടെ നെവിനും കൂടെ ഉണ്ടായിരുന്നു, നെവിനും കൂടെ ചേർന്നിട്ടാണ് ഇതെല്ലാം കൂടെ തട്ടിപ്പറിക്കാൻ നോക്കുന്നത്. പക്ഷേ അതിനകത്ത് ഏറ്റവും കൂടുതൽ ഫൈറ്റ് ചെയ്തിട്ട് അലമ്പ് കാണിച്ച് കുഴപ്പമുണ്ടാക്കിയത് ജിസേലാണ്. ജിസേൽ നന്നായിട്ട് ആക്റ്റീവായിട്ട് കളിക്കുന്നുണ്ട്. കൂട്ടത്തിൽ നമ്മുടെ ബിൻസി അവരും നന്നായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ഫൈറ്റ് അത് ഇന്നലെ രാത്രി തന്നെ എയറിൽ പോയ ഒരു ഫൈറ്റായിരുന്നു. ആദ്യത്തെ അടി അത് സ്ത്രീകളുടെ അടിയായിരുന്നു. പക്ഷേ ആ അടി വലിയ ഒരു സംഭവമായിട്ട് നീണ്ടു നിന്നില്ല. അപ്പോഴേക്കും നമ്മുടെ ബിഗ് ബോസ് പറഞ്ഞു, ഈ ഒരു ടാസ്ക് ഇവിടെ മരവിപ്പിച്ചിരിക്കുകയാണ്, എല്ലാവരും പോയി കിടന്ന് ഉറങ്ങി, എനിക്കൊന്ന് കിടന്ന് ഉറങ്ങണം. അപ്പോൾ ബിഗ് ബോസിന് ഉറങ്ങണം, അതുകൊണ്ട് എല്ലാവരുടെ പോയി ഉറങ്ങാൻ പറഞ്ഞു. അങ്ങനെ അടുത്ത ദിവസമായി, അതായത് ലോഞ്ച് പരിപാടിയൊക്കെ കഴിഞ്ഞു, രാത്രി തടിയൊക്കെ കഴിഞ്ഞു, എല്ലാവരും സുഖമായിട്ട് കിടന്നുറങ്ങി. പിന്നെ അവർ എഴുന്നേൽക്കുന്നത് 11 മണിക്കാണ്. ഇതിൻ്റെ മുമ്പ് ആൾക്കാരൊക്കെ എഴുന്നേറ്റിട്ടുണ്ട്. ലൈവിൽ ചെറപറ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കൂടുതൽ സംഭവങ്ങളൊന്നുമില്ല, എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് പൂച്ച ഓരോന്നൊക്കെ സംസാരിക്കുന്നുണ്ട്. പിന്നെ വെള്ളം തിളപ്പിക്കാനും അതിനും ഇതിനുമൊക്കെ ലൈവിൽ നമ്മൾ കാണുന്നുണ്ടായിരുന്നു. ഈ പറയുന്ന അവരൊക്കെ അവിടെ ഇവിടെയൊക്കെ സംസാരിച്ചിരിക്കുന്നതും. പിന്നെ അങ്ങോട്ട് വലിയൊരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. രാവിലെ കുറച്ച് ലൈറ്റായിരുന്നു. പിന്നെ 11 മണിക്ക് പാട്ടും മേളവും ഒക്കെ ആയിട്ട് ബിഗ് ബോസ് വീടങ്ങോട്ട് ഉണർന്നു. അതിനുശേഷമാണ് സംഭവങ്ങളൊക്കെ അടുത്തത് നടക്കുന്നത്. പിന്നെ എപ്പിസോഡിൽ കാണിക്കുന്നത് നമ്മുടെ മുൻഷി ചേട്ടനും അതുപോലെ റെന ഫാത്തിമയും കൂടെ, അതും അതിനൊപ്പം കുറച്ച് പേരും കൂടെ ഇരുന്ന് സംസാരിക്കുകയാണ്. സരികയൊക്കെ ഉണ്ട്. അപ്പോൾ റെന ഫാത്തിമ അവരൊരു തമാശ പറയുന്നതിന്, അതായത് നമ്മളെ മുൻഷി ചേട്ടനെ മുൻഷി ചേട്ടാ എന്ന് വിളിക്കരുത്, രഞ്ജിത്ത് ചേട്ടാ എന്ന് വിളിക്കരുത്, മുൻഷിന്നോ അല്ലെങ്കിൽ രഞ്ജിത്തെന്നോ വിളിച്ചോളാൻ പറയുന്നുണ്ട്. നല്ല കാര്യം, കാരണം ഈ പറഞ്ഞ ചേട്ടാ അനിയാന്നൊന്നും വിളിക്കാൻ പറ്റുന്ന കണക്കൊരു ബിഗ് ബോസ് വീടല്ല അത്. മാത്രമല്ല അവിടെ അങ്ങനെ പ്രായത്തിന് പരിധികളൊന്നുമില്ല, അല്ലെങ്കിൽ ആർക്കും എന്തും വിളിക്കാം, പേര് വിളിക്കാം, അതിനപ്പുറം ഒന്നും വിളിക്കാൻ പാടില്ല. അപ്പോൾ അത്തരത്തിലുള്ളൊരു വീടാണ് മുൻഷി ചേട്ടൻ, അല്ലെങ്കിൽ മുൻഷി പറഞ്ഞത് വളരെ കറക്റ്റാണ്. അപ്പോൾ റെന ഫാത്തിമ അന്നേരം ഭയങ്കര ശക്തമായിട്ട് രഞ്ജിത്ത് എന്നിങ്ങനെ അങ്ങോട്ട് വിളിക്കുന്നുണ്ട്. ഓക്കെ, സമ്മതിച്ചു. എന്നിട്ട് റെന ഫാത്തിമ തന്നെ പറയുന്നുണ്ട്, നീ നാളെ ഒന്നും എന്നോട് പറയരുത്, ഞാൻ ഇനി മുൻഷിന്ന് വിളിച്ചുകൊണ്ട് നടക്കുകയാണെന്നൊന്നും ഇവിടെ പരാതി പറയരുത്. അപ്പോൾ സരിക പറയുന്നുണ്ട്, നമ്മളൊക്കെ സാക്ഷികളല്ലേ, പേടിക്കണ്ട, അങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ ഈ നാളെ മാറ്റി പറയരുത് എന്ന് റെന ഫാത്തിമ മുൻഷിയോട് പറഞ്ഞത്
മുൻഷിക്ക് അത്ര പിടിച്ചില്ല. പുള്ളിക്കാരൻ ഒറ്റയടിക്ക് എനിക്ക് ഒറ്റ തന്തയേ ഉള്ളു കേട്ടാ. പക്ഷെ ഈ ഡയലോഗ് നമ്മൾ റെന ഫാത്തിമ കുറച്ച് പഞ്ച് കുറച്ച് പിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും 2 അല്ലേ എന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് ഏറ്റില്ല. കാരണം എന്ന് വെച്ചാൽ ഈ പുള്ളിക്കാരി ആ പറഞ്ഞത് തമാശയാണെന്നോ അതിനെ ഒരു ഓപ്പോസിറ്റ് കൗണ്ടർ ആണെന്നോ ഉള്ള രീതിയിൽ മനസ്സിലാക്കാൻ നിൽക്കാതെ മുൻഷിയും അതുപോലെ അവിടെ ഉള്ളവരും എല്ലാവരും കൂടെ അതെന്താ വെച്ചാൽ അങ്ങനെ പറഞ്ഞത്, നിനക്കപ്പോൾ 2 തന്തയുണ്ടോ എന്ന് ചോദിക്കുന്ന കണക്കൊരു ചോദ്യം ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ റെന ഫാത്തിമ നന്നായിട്ട് പ്ലേ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവിടെ ഒരു ഇത്തിരി പാളിപ്പോയി. കുഴപ്പമില്ല, അടുത്ത ഇനിയും ഉണ്ടല്ലോ ദിവസങ്ങൾ, കയറി വന്നോളൂ. പിന്നെ എല്ലാവരും അങ്ങോട്ട് ആ ലിവിങ് റൂമിൽ എല്ലാവരും കൂടുന്നുണ്ട്. ബിഗ് ബോസ് സംസാരിക്കുന്നുണ്ട്. ബിഗ് ബോസ് സംസാരിക്കുന്നതിനകത്ത് ഫസ്റ്റ് പറയുന്ന ഒരു പ്രശ്നമുണ്ട്. അത് ഇന്നലെ രാത്രി തൊട്ട് അവിടെ ഒരു പ്രശ്നം അവിടെ നടന്നു. അതായത് ബിഗ് ബോസിലേക്ക് കയറിയ എല്ലാവരും അവിടെയുള്ള സാധനങ്ങളൊക്കെ ഇത് ഒറിജിനലാണോ, ഈ ചെടി പ്ലാസ്റ്റിക് ആണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഒപ്പം ഡാസ്ലറിൻ്റെ ഒരു ലിപ്സ്റ്റിക് ഒക്കെ നിറഞ്ഞിട്ടുള്ള ഒരു ബോക്സ് പൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ആ പൂട്ട് പൊളിച്ച് അതിനകത്തുനിന്നൊക്കെ ഓരോ ലിപ്സ്റ്റിക് എടുക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തർ ശ്രമിക്കുന്നുണ്ട്. അപ്പം ബിഗ് ബോസ് ഡയറക്റ്റ്ലി ആ ലിപ്സ്റ്റിക് ആരൊക്കെയാണ് എടുത്തത്, അതിനകത്ത് ഗേൾസ് എല്ലാവരും, പിന്നെ ഒപ്പം ബോയ്സിൻ്റെ കൂട്ടത്തിൽ, അതായത് ആണുങ്ങളുടെ കൂട്ടത്തിൽ നിന്നും നെവിനും ഉണ്ടായിരുന്നു. അവരെല്ലാവരും നിറഞ്ഞു നിന്നിട്ട് നമ്മുടെ ആദില ആദ്യം തന്നെ പറയുന്നുണ്ട് ആദിലയാണ് അത് എടുത്തത്. ആദ്യം എടുക്കാൻ പോയത് ആദില മാത്രമല്ല, ആദിലയും ജിസേലും കൂടെ രാത്രി തന്നെയാണ് ഇവർ രണ്ടുപേരും അത് അവിടെ പോയി നോക്കുകയും എടുക്കുകയും ഒക്കെ ചെയ്തത്. അവർ ലൈവിൽ ഉണ്ടായിരുന്നു, അവർ തമ്മിൽ അത് എടുക്കുന്നതൊക്കെ. അപ്പം അതിനുശേഷം എല്ലാവരും എടുത്തവരൊക്കെ എഴുന്നേറ്റ് നിന്നു, സത്യസന്ധമായിട്ട് എഴുന്നേറ്റ് നിന്നു. പക്ഷേ കൂട്ടത്തിൽ ഒരാൾക്കൊരു ഇത്തിരി ഏനക്കേടുണ്ടായിരുന്നു. ശൈത്യ അതൊക്കെ എടുത്തു, എല്ലാം എടുത്തു ഉപയോഗിച്ചു. പക്ഷേ ശൈത്യ അന്നേരം ബിഗ് ബോസിനോട് പറയുന്നത്, ഞാൻ അന്നേരം പറഞ്ഞതാ ഇതൊന്നും തൊടരുതെന്ന്. പക്ഷെ അവർ അതൊന്നും കേട്ടില്ല, അവരതൊക്കെ എടുത്തു. പുള്ളിക്കാരി എടുത്തു, അപ്പോൾ പുള്ളിക്കാരിക്കും ഉണ്ടാകുന്ന അതിൻ്റെ വഴിക്ക് അങ്ങ് വിട്ടേക്കാമായിരുന്നു. പക്ഷേ പുള്ളിക്കാരി അതിൻ്റെ കൂടെ താൻ അതൊന്നും ചെയ്തില്ല, താൻ അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നല്ല പിള്ള ചമയാൻ ശ്രമിച്ചു. പക്ഷെ പാളിപ്പോയി. അവിടെ ഇരുന്ന് കണ്ടുകൊണ്ടിരുന്ന ആണുങ്ങൾ ഉൾപ്പെടെ എല്ലാവരും ശൈത്യക്കെതിരെ തിരിഞ്ഞു. ശൈത്യക്ക് അതങ്ങോട്ട് സമർത്ഥിക്കാൻ പറ്റിയതുമില്ല. ശൈത്യയുടെ കയ്യിൽ നിന്ന് പോയി. അങ്ങനെ ആ വിഷയം വരെയൊക്കെ കഴിഞ്ഞതിന് ശേഷം ബിഗ് ബോസ് ചോദിക്കുന്നത് ആ ബാൻഡ് ഇപ്പോൾ ആരുടെയൊക്കെ കയ്യിലാണുള്ളതെന്നാണ്. അപ്പോൾ ആ ബാൻഡ് ശരിക്കും പറഞ്ഞാൽ ആര്യൻ, ഷാനവാസ്, ബിന്നി ഇവരുടെ 3 പേരുടെ കയ്യിലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഉള്ളത് ഷാനവാസിൻ്റെയും ബിന്നിയുടെയും കയ്യിൽ ഇല്ല. പകരം അത് ജിസേലിൻ്റെയും നൂറയുടെയും കയ്യിലാണ് ഉള്ളത്. അപ്പോൾ ഈ പറഞ്ഞ കണക്ക് നമ്മുടെ ടാസ്കിൻ്റെ ഒരു രീതി എന്തായിരുന്നു, ഷാനവാസിനും ബിന്നിക്കും കിട്ടിയ ആ പറയുന്ന അവരുടെ വസ്ത്രങ്ങളൊക്കെ അതേ കണക്ക് പെട്ടിക്കകത്തിട്ട് അടച്ചു പൂട്ടി, ഒന്നും തന്നെ അവിടെ വെക്കാൻ പാടില്ല, വെക്കുന്നുണ്ടോ എന്ന് അവിടെ ഉള്ളവർ നോക്കാൻ പറഞ്ഞും വിടുന്നുണ്ട്. ഇനി അവർക്ക് ഇല്ല ഡ്രസ്സ്, പകരം ജിസേലിനും നൂറയ്ക്കുമാണ് ഇനി വസ്ത്രങ്ങളുള്ളത്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആദ്യത്തെ ക്യാപ്റ്റൻ എങ്ങനെ ആയിരിക്കണം എന്നുള്ള ഒരു സംഭവമുണ്ട്. അതിനകത്തൊരു ടാസ്ക് കൊടുക്കുകയാണ്. ആ ടാസ്കിൻ്റെ ആവശ്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരാളെ ചൂസ് ചെയ്യാം. എന്നിട്ട് കയ്യിൽ കുറച്ച് ഫോമുണ്ട്. ആ ഫോം യൂസ് ചെയ്തിട്ട് അത് ക്യാപ്റ്റൻ ആകാൻ പാടില്ലാത്ത ആൾക്ക് മുഖത്ത് കൊടുത്തിട്ട് എന്തുകൊണ്ട് ആദ്യം ക്യാപ്റ്റൻ ആകാൻ പാടില്ല എന്നുള്ള പേര് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് വേഗം ആ പേരുകൾ ജസ്റ്റ് ഒന്ന് വായിച്ചു പോവാം. ആദ്യം വരുന്നത് അനീഷാണ്. അനീഷ് ശാരികയെ പറയുന്നുണ്ട്. പക്ഷേ അത് പറഞ്ഞത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ഔട്ട്സൈഡ് ഗെയിം ആയിട്ടുള്ള മറ്റേ ആ മൈൽ സ്റ്റോൺ മേക്കേഴ്സ് എന്ന് പറയുന്നൊരു പ്രോഗ്രാമിനകത്ത് പുള്ളിക്കാരി കിടന്ന് എന്തൊക്കെയോ കുറേ ചവർ ക്വസ്റ്റ്യങ്ങൾ ചോദിക്കത്തില്ലേ, ആ ക്വസ്റ്റ്യൻ ചോദിച്ചത് പുറത്ത് നടന്ന സംഭവം അത് സ്ക്രിപ്റ്റഡ് ആണ് എന്ന് ശാരിക പറഞ്ഞത് അനീഷ് അവിടെ എടുത്ത് ഉപയോഗിച്ചു. ശരിക്കും പറഞ്ഞാൽ ശാരികയുടെ ഉദ്ദേശം എന്ന് പറയുന്നത്, ശാരിക അതൊക്കെ സ്ക്രിപ്റ്റഡ് ആയിട്ടാണ് ചെയ്യുന്നത്. ശാരിക പുറത്ത് ശാരിക പുറത്ത് നല്ല ബോറാണ്, നല്ല ചീത്തപ്പേരുണ്ട്. ആ ചീത്തപ്പേര് തനിക്കിവിടെ മാറ്റണം. അപ്പോൾ ശാരികയുടെ ഉദ്ദേശം അത്രയേ ഉള്ളൂ, പുറത്തെ ചീത്തപ്പേര് ബിഗ് ബോസിൽ വന്ന് മാറ്റണം. അത് പക്ഷേ അനീഷ് കയ്യോടെ പൊക്കി. കാരണം അനീഷ് ആണെങ്കിൽ 5 വർഷമായിട്ട് ഈ പറയുന്ന ബിഗ് ബോസിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളത് കാണാതെ പഠിച്ചു വന്നിട്ടുള്ളൊരു വ്യക്തിയാണ്. പക്ഷെ അനീഷ് ഈ പുറത്തെ കാര്യം എടുത്ത് അകത്തിടണ്ടായിരുന്നു. എന്തായാലും പുറത്തെ കാര്യം അകത്ത് ശാരിക സംസാരിച്ചിട്ടുണ്ട്. പിന്നെ അഭിലാഷ് പറഞ്ഞത് അക്ബറിനെയാണ്. അത് സംസാരം കേൾക്കാതെ അക്ബർ തല തിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെ നെവിൻ നമ്മുടെ അനീഷിനെയാണ് തേച്ചത്. അത് ആ ശാരികയുടെ ഇഷ്യൂ പറഞ്ഞതിൻ്റെ പേരിലാണ് നെവിൻ തേച്ചത്. പിന്നെ നൂറ, ആദില അനീഷിനെ തേച്ചു. ജിസിൽ അത് രേണുവിനെ തേച്ചു. സരിക അനീഷിനെ തേച്ചു. മറ്റേ റെന ഫാത്തിമ മുൻഷിയെ തേച്ചു. ശൈത്യ ആദിലയെയും നൂറയെയും തേച്ചു. പിന്നെ അനു അനീഷയെ തേച്ചു. അങ്ങനെ ഓരോരുത്തരെ വെച്ച് തേക്കുന്നുണ്ട്. അതൊരു ലോങ് നെയിംസ് ആയിരിക്കുമല്ലോ, കാരണം ഈ പറയുന്ന 20 പേര് ഓരോരുത്തരെ തേൽക്കുന്നുണ്ട്.
അപ്പോൾ അതിനുശേഷം എനിക്ക് ഏറ്റവും അവസാനം ഒനീലായിരുന്നു വന്നത്. ഒനീൽ അനീഷിനെ തേച്ചിട്ട് കുറച്ച് പുരോഗമനപരമായിട്ട് ചിന്തിക്കൂ എന്ന് പറയുന്നുണ്ട്. ഏറ്റവും കൂടുതലും ഫോം കിട്ടിയത് ഈ ഒരു ഗെയിമിൽ അല്ലെങ്കിൽ ഈ ഒരു ടാസ്കിൽ ഏറ്റവും കൂടുതൽ മുഖത്ത് ഫോം ഏറ്റുവാങ്ങിയത് അനീഷാണ്. അപ്പോൾ അനീഷിന് ആ ഒരു ചൊറിയുണ്ട് എന്നുള്ളത് ബിഗ് ബോസിനകത്തും എല്ലാവരും പറയുന്നുണ്ട്. ബിഗ് ബോസിന് പുറത്തും നമ്മൾ ഓഡിയൻസിൻ്റെ ഇടയിലും എല്ലാവരും പറയുന്നുണ്ട് അനീഷ് കുറച്ച് ചൊറിയനാണ്, മൈജി ചൊറിയൻ എന്നാണ് പേരിട്ടിരിക്കുന്നത്. പക്ഷേ എനിക്ക് അനീഷിൻ്റെ ഗെയിം കളിക്കുന്നുണ്ട്. ഇന്നത്തെ എപ്പിസോഡും കൂടെ അല്ലെങ്കിൽ ഇന്നത്തെ ലൈവൊക്കെ കണ്ടപ്പോഴേക്കും എനിക്ക് അത്ര ചൊറിയനൊന്നും അല്ല, അവൻ ആ ചൊറിയുന്നത് നല്ലത് തന്നെ, എന്നാലേ ഗെയിം മുന്നോട്ട് പോകത്തുള്ളൂ എന്ന് തോന്നുന്നുണ്ട്. പിന്നെ ലാലേട്ടൻ ഒരു സ്ത്രീ വിരുദ്ധനായിട്ടാണ് മുദ്ര കുത്തിയിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇട്ടിരിക്കുന്നത്. ലാലേട്ടൻ അത് പറയാമോ, അത് പറയാൻ പാടില്ലയോ എന്ന് ചോദിച്ചാൽ അറിയില്ല. എന്തുകൊണ്ടാണ് ലാലേട്ടൻ സ്ത്രീ വിരുദ്ധൻ എന്ന് വിളിച്ചതിനെ കുറിച്ചൊന്നും നമുക്കറിയത്തില്ല. വളരെ സ്റ്റാർട്ടിങ് അല്ലേ, നമുക്ക് ഇനിയും കാത്തിരുന്ന് തന്നെ കാണണം. പിന്നെ അത് കഴിഞ്ഞിട്ട് 3 പേര് തമ്മിലൊരു ചെറിയ സംസാരമുണ്ട്. ആ സംസാരം ശരിക്കും പറഞ്ഞാൽ പുറത്ത് രേണു സുധി ഫാൻസ് അസോസിയേഷൻസിൻ്റെയും അതുപോലെ രേണു സുധി ഹേറ്റേഴ്സ് അസോസിയേഷൻ്റെയും ആയിരിക്കും. അതായത് നമ്മുടെ രേണു സുധിയും റെന ഫാത്തിമയും അഭിലാഷിന് തീരെ രേണു സുധീനെ ഇഷ്ടമല്ല കേട്ടോ, എനിക്കത് മനസ്സിലായി. അപ്പോൾ ഇവർ 3 പേരും അങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ രേണു സുധി അങ്ങ് തകർത്ത് പറയുകയാണ്, നമുക്ക് ഈ ക്യാമറയുടെയൊക്കെ മുന്നിൽ എത്ര നാൾ അഭിനയിച്ചിരിക്കാൻ പറ്റും? നമുക്ക് അഭിനയിച്ചിരിക്കാൻ പറ്റത്തില്ല. എത്ര അഭിനയിച്ചിരുന്നാലും ശരി, നമ്മൾ ഒരു നാൾ പുറത്തു വരും എന്നൊക്കെ രേണു സുധി പറയുന്നു. അപ്പോൾ റെന ഫാത്തിമ തിരിച്ച് അതേ കണക്ക് ചോദിക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങളും അഭിനയിക്കുകയല്ലേ, അപ്പോൾ നിങ്ങൾ അഭിനയിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ യഥാർത്ഥ മുഖവും പുറത്തു വരും. അപ്പം നമ്മുടെ അഭിലാഷം വിട്ടുകൊടുക്കുന്നില്ല. അഭിലാഷം പറയുന്നുണ്ട് അതൊക്കെ സത്യം തന്നെയാണ്. അപ്പോൾ 2 പേരും കൂടെ, അതായത് അഭിലാഷും അതുപോലെ റെന ഫാത്തിമയും കൂടെ നമ്മുടെ രേണു സുധിയെ ട്രോളുന്നുണ്ട്. രേണു സുധിയുടെ റിയൽ മുഖം ബിഗ് ബോസിൽ വന്ന് പുറത്തു വരുന്നു എന്ന് പറയുന്ന നമ്മുടെ ഈ പറയുന്ന സോഷ്യൽ മീഡിയ ട്രോളുകൾ പോലെ തന്നെ 2 പേരും ട്രോളുന്നുണ്ട്. അതൊരു ചെറിയ സീനായിട്ട് എപ്പിസോഡിൽ കാണിക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെ ഈ പറയുന്ന ലൈവിൽ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഓരോരോ ചെറിയ ചെറിയ ക്ലിപ്സുകളായിട്ട് നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ കണ്ടു കാണുമായിരിക്കും. പിന്നെ ലിവിങ് റൂമാണ് എഗെയിൻ. അതിൽ നമ്മുടെ ലക്ഷറി ബഡ്ജറ്റ് ടാസ്കിനെ കുറിച്ചും അതുപോലെ തന്നെ ഇവരുടെ ഈ വസ്ത്രങ്ങൾ വരുന്നതിനെ കുറിച്ചും ഒക്കെ പറയുന്നുണ്ട്. അത് ജസ്റ്റ് ഞാൻ ആ പണിപ്പുര നിയമങ്ങളൊക്കെ പറയാം. അതായത് ഫുഡും അതുപോലെ തന്നെ അവർ കൊണ്ടുവന്ന വസ്ത്രങ്ങളും എല്ലാം ആ പണിപ്പുര എന്ന് പറഞ്ഞ വീടില്ലേ, മുറിയില്ലേ, അതിനകത്ത് എല്ലാം സേഫാണ്. ഇനി അതിൻ്റെ ഓരോരോ നിയമങ്ങൾ നിങ്ങളും ഒന്ന് കേട്ടിരുന്നേരെ, അത് ഞാൻ വെറുതെ ഒന്ന് വായിക്കാം. അതായത് പണിപ്പുര നിയമമുണ്ട്, ലക്ഷറി ബജറ്റ്, വസ്ത്രം, അതൊക്കെ ഓരോന്നിനും പോയിന്റ് അനുസരിച്ച് നമുക്ക് എടുക്കാൻ സാധിക്കും. ഓരോ വസ്തുക്കൾക്കും ഓരോ പോയിന്റ് ആയിരിക്കും. അതുപോലെ ആഴ്ചയിൽ 2 വട്ടം മാത്രമേ അതിനകത്ത് പ്രവേശനമുള്ളൂ. അതിൽ കയറുന്നവർക്ക് സാധനം എടുക്കാം. അത് തന്നെ ആ സാധനം എടുത്തുകൊണ്ട് ആ പറയുന്ന നിശ്ചിത സമയത്തിനുള്ളിൽ പുറത്തിറങ്ങിയിരിക്കണം. പുറത്തിറങ്ങുന്നതിന് മുൻപ് ആ സമയം തീർന്നു പോവുകയാണെങ്കിൽ എടുത്ത സാധനങ്ങളൊക്കെ തിരിച്ചു കൊടുക്കണം കേട്ടോ. അതുകൊണ്ട് മസ്റ്റായിട്ടും പുറത്തിറങ്ങണം. ഇനി പറയുന്ന സാധനങ്ങളിൽ കൂടുതൽ ആ പറയുന്ന സമയത്തിന് മുന്നേ പുറത്തിറങ്ങിയെന്ന് വെച്ചോ, കൂടുതൽ സാധനങ്ങൾ എടുത്തുകൊണ്ട് പുറത്തിറങ്ങുകയാണെങ്കിൽ ബാക്കി വന്ന സാധനങ്ങൾ നോർമലായിട്ടൊക്കെ തിരിച്ചു കൊടുത്താൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ സമയത്തിനാണ് അവിടെ വാല്യൂ ഉള്ളത്. പിന്നെ അധികമായിട്ട് എടുക്കുന്നത് തിരിച്ചു കൊടുക്കുക. പിന്നെ അതുപോലെ പേഴ്സണൽ ആൻഡ് ജനറൽ എന്ന് പറയുന്ന ഒരു 2 കാറ്റഗറി ഉണ്ടായിരിക്കും. ഇപ്പോൾ കയറുന്ന വ്യക്തിക്ക് പേഴ്സണൽ എന്ന് പറഞ്ഞിട്ട് എടുക്കാം, അത് പേഴ്സണൽ ആയിട്ടുള്ള ഒരു ബോക്സിനകത്ത് ഇടുക. ജനറലായിട്ട്, അതായത് കയറുന്ന വ്യക്തിക്ക് തൻ്റെ ഒരു സുഹൃത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും എടുക്കാം, അത് പക്ഷെ ജനറൽ ആയിട്ടുള്ളതിനകത്ത് ഇടാൻ സാധിക്കും. പിന്നെ പാതി വെച്ചിട്ട് എടുക്കാനോ ഒന്നും പാടില്ല. ഇപ്പം ചെരുപ്പൊക്കെ എടുക്കുകയാണെങ്കിൽ ജോഡി ആയിരിക്കുമല്ലോ, അപ്പോൾ ഒരു ചെരുപ്പ് മാത്രമാണ് കിട്ടിയതെങ്കിൽ അതിൻ്റെ ജോഡി ഉണ്ടെങ്കിൽ മാത്രമേ അത് എടുത്തുകൊണ്ട് പോകാൻ പാടുള്ളൂ. അപ്പം ഈ പറയുന്നതൊക്കെയാണ്. അതുപോലെ തന്നെ അതിൽ കയറുന്ന വ്യക്തി അതിൽ നിന്നുകൊണ്ട് ഇതൊക്കെ എടുത്തിട്ട് എറിഞ്ഞു കൊടുക്കാനോ അല്ലെങ്കിൽ ഇത് കൊടുത്ത് മറ്റൊരാളുടെ കയ്യിൽ കൊടുത്തു വിടാനോ ഒന്നും പറ്റത്തില്ല. പിന്നെ എല്ലാത്തിനും അവസാനം ക്യാപ്റ്റൻ എന്തൊക്കെയാണ് എടുത്തത് എന്നുള്ളത് പറയണം. എല്ലാത്തിൻ്റെയും ഒരു ലിസ്റ്റ് കൊടുക്കണം. അപ്പോൾ ഈ പറയുന്നതൊക്കെയാണ് ഈ പറഞ്ഞ ബഡ്ജറ്റിൻ്റെ അല്ലെങ്കിൽ ലക്ഷറി ബഡ്ജറ്റ് ടാസ്കിനെ കുറിച്ചൊക്കെ ഉള്ളത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പം അത് ലൈവിൽ ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം അനീഷാണ് നമ്മുടെ പുതിയ ക്യാപ്റ്റൻ. ഞാനത് പറഞ്ഞില്ലെന്ന് തോന്നുന്നു. അതായത് ആ ഫോമൊക്കെ കൊടുത്ത് മുഖത്തൊക്കെ തേക്കുന്നില്ലേ, അത് ഏറ്റവും കൂടുതൽ ഫോം മുഖത്ത് കിട്ടിയത് നമ്മുടെ അനീഷിനാണല്ലോ. അനീഷാണ് ബിഗ് ബോസ് പറഞ്ഞിട്ടുള്ള നമ്മുടെ ക്യാപ്റ്റൻ. അപ്പോൾ ബിഗ് ബോസ് വീട്ടിലെ ആദ്യത്തെ ക്യാപ്റ്റൻ അനീഷാണേ, അത് മറക്കരുത്.
അപ്പോൾ ഈ പറയുന്ന ലക്ഷറി ബഡ്ജറ്റിൻ്റെ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് അനീഷ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഇവരെല്ലാവരും കേട്ടുകൊണ്ടിരുന്ന കുറേ പേരൊക്കെ അതിനകത്തിരുന്ന് ഉറങ്ങിയായിരുന്നു കേട്ടോ. ആ ഉറങ്ങിയതിൻ്റെ പേരിൽ അനീഷ് എഗെയിൻ ബിഗ് ബോസ് പറയുന്നതനുസരിച്ച് വീണ്ടും ചോദ്യം ചോദിക്കുന്ന കണക്കൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ചോദ്യം ചോദിക്കുന്നുണ്ട്, ഉത്തരം പറഞ്ഞില്ലെങ്കിൽ പണി കിട്ടുമെന്നൊക്കെ അറിഞ്ഞിട്ട് അനീഷ് പിന്നെ അവർക്കൊപ്പമൊക്കെ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ നിൽക്കുന്നുണ്ട്. ഇതൊക്കെ ലൈവിനകത്തുള്ള കാര്യങ്ങളാണേ. പിന്നെ നമ്മൾ നേരെ പോകുന്നത് നോമിനേഷനാണ്. നോമിനേഷനിൽ ഓരോ വ്യക്തികളും എന്തുകൊണ്ട് നോമിനേറ്റ് ചെയ്യുന്നു, നോമിനേഷനൊക്കെ എല്ലാ സീസണിലും ഒരുപോലെയാണ്. ഒരു വ്യക്തിയെ നോമിനേറ്റ് ചെയ്യുക, ഒന്നല്ല 2 വ്യക്തികളെ നോമിനേറ്റ് ചെയ്യാം, എന്തുകൊണ്ട് നോമിനേറ്റ് ചെയ്യുന്നു എന്ന് പറയുക. അതിൻ്റെ വീഡിയോ ഞാൻ പ്രീവിയസ്ലി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇതിൻ്റെ കംപ്ലീറ്റ് ആരെയൊക്കെ നോമിനേറ്റ് ചെയ്തു, ആർക്കൊക്കെ എത്ര വോട്ട് കിട്ടി, അതായത് ആരൊക്കെ എത്ര തവണയാണ് നോമിനേറ്റ് ചെയ്തത് എന്നുള്ളത് ഞാൻ വായിക്കാം, ഒറ്റ ഇതിൽ വായിക്കാം, കാരണം വലിച്ചു നീട്ടി പറയാൻ വയ്യാത്തത് കൊണ്ടാണ്. ആദ്യം അനുമോളായിരുന്നു. അനുമോൾ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് മുൻഷി രഞ്ജിത്ത്, ജസേൽ. ആര്യൻ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് സരിക, അതുപോലെ നെവിൻ. സരിക നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് ആര്യൻ, ഒനീൽ. അക്ബർ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് മുൻഷി, ആദില ആൻഡ് നൂറ. RJ ബിൻസി, ശൈത്യ, നെവിൻ. ഒനീൽ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് ജിസേൽ, ശൈത്യ. ബിന്നി നോമിനേറ്റ് ചെയ്തത് ശൈത്യ, മുൻഷി. അഭിലാഷ് നോമിനേറ്റ് ചെയ്തത് രേണുസുതി, ആര്യൻ. റെന ഫാത്തിമ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് നെവിൻ, ശൈത്യ. രഞ്ജിത്ത് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് ശൈത്യ, ജിസേൽ. ജിസേൽ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് രേണു, ഷാരിക KB. ഷാരിക നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് രേണു, രഞ്ജിത്ത്. ദെൻ ഷാനവാസ് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് ജിസേൽ, അഭിലാഷ്. അതുപോലെ ഷാനവാസിൻ്റെ കാര്യത്തിൽ ഒരു കാര്യം അഡീഷണൽ പറയാം. ഷാനവാസ് ജിസേലിനെ നോമിനേറ്റ് ചെയ്തതിൻ്റെ റീസൺ, നമ്മുടെ കേരള സംസ്കാരത്തിനനുസരിച്ച് ജിസേൽ വസ്ത്രം ധരിക്കുന്നില്ല എന്നുള്ളതാണ് ഷാനവാസിൻ്റെ പ്രശ്നം. ഓക്കെ. നിവിൻ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് അനുമോൾ, രേണു. ആദില നൂറ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് ശൈത്യ, ആര്യൻ. ശൈത്യ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് ബിന്നി, രഞ്ജിത്ത്. രേണുസുതി നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് ശൈത്യ, അക്ബർ. ദെൻ അപ്പാനി ശരത്ത് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് നിവിൻ, ഷാനവാസ്. ദെൻ അനീഷ് അവസാനം ക്യാപ്റ്റൻ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് ഷാരികയെയും അതുപോലെ അനുമോളിനെയുമാണ്. അവിടെ അനീഷ് എടുത്തു പറയുന്നുണ്ട്, ഷാരികയെ നോമിനേറ്റ് ചെയ്യാനുള്ള കാരണം എടുത്തു പറയുന്നത്, ഷാരിക റിയൽ അല്ല. ഷാരികയുടെ ക്യാരക്ടർ ബിഗ് ബോസ് ഹൗസിനകത്ത് വന്നിട്ട് ഷാരിക നല്ലയാണെന്ന് ഓഡിയൻസിൻ്റെ മുന്നിൽ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നാണ്. അതിൻ്റെ ഒരു തെളിവ് ലൈവിൽ സംഭവിച്ചിട്ടുണ്ട്. ലൈവിൽ സംഭവിച്ച ആ ഒരു കാര്യം എപ്പിസോഡിൽ വന്നിട്ടില്ല, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ആ ഒരു സീൻ ഒന്ന് പറയാം. അതായത് എല്ലാ സീസണിലും ഉള്ള ഒരു തരികിട പരിപാടിയുണ്ട്, ഈ ബാത്റൂം സീൻ. അത് എല്ലാ ഒരു സീസണിലും ഉള്ളതാണ്. അപ്പോൾ ഈ സീസണിൽ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഈ സീസണിൽ നമ്മുടെ ജസീലിൻ്റെ അണ്ടർ ഗാർമെൻറ്റ്സ്, പാൻറ്റീസ് കഴുകി അവിടെ അകത്ത് തന്നെ ഉള്ളൊരു മരത്തിൻ്റെ ആ സംഭവങ്ങളൊക്കെ കണ്ടു കാണുമായിരിക്കുമല്ലോ, അതിൽ തൂക്കിയിട്ടിരുന്നു. അപ്പം ഇത് അനുമോളിൻ്റെതാണെന്നൊക്കെ പറഞ്ഞത് എടുത്തു മാറ്റുന്നുണ്ട്. പക്ഷേ അത് അനുമോളുടേതല്ല, ജിസേലിൻ്റെതാണെന്നുള്ളത് അവിടെ വന്ന് ജിസേൽ പ്രശ്നം ഉണ്ടാക്കുമ്പോഴാണ് ഈ പറയുന്ന ആണുങ്ങൾ അറിയുന്നത്. അതിൻ്റെ പിന്നിൽ ആര്യൻ ഉൾപ്പെടെയുള്ള സംഘമായിരുന്നു. അതായത് അവരത് ഇടാൻ പാടില്ല. അക്ബറാണെങ്കിൽ നല്ല രീതിയിൽ തർക്കിക്കുന്നുണ്ട് ഈ കേസിനകത്ത്. അപ്പം അക്ബറും ആര്യനും ജിസേലും അനുമോളും ഒക്കെയാണ് ആ പ്രശ്നത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ എവിടുന്നോ ഷാരിക ഓടി വന്നിട്ട്, അത് അനുമോളിൻ്റെ ആയിക്കോട്ടെ, ജിസേലിൻ്റെ ആയിക്കോട്ടെ, ആരുടെ ആയിക്കോട്ടെ, അത് ശരിയാണോ? ഒരു അടിവസ്ത്രമല്ലേ? അയ്യേ, ഈ അടിവസ്ത്രം ബിഗ് ബോസ് ഹൗസിനകത്ത് ഒന്നിച്ച് ഒരു മുറിയിൽ എല്ലാവരും ഓരോ ബെഡിലായിട്ട് കിടക്കുന്നുണ്ട്. അടിവസ്ത്രം എന്തോ ഈ 100 ദിവസം അടിവസ്ത്രം എല്ലാവരും ഒളിപ്പിച്ചു വെച്ചുകൊണ്ടിരിക്കുമോ? എല്ലാവരും ഇടുന്ന സാധനങ്ങളൊക്കെ തന്നെ. അപ്പോൾ ഈ പറഞ്ഞതിൽ നിന്നും ഷാരിക ഒരു കാര്യമില്ലാതെ ഷാരിക വന്ന് ആ ഒരു സിറ്റുവേഷനെ ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. നല്ല ഗെയിമും നല്ല സ്ട്രാറ്റജിയും ഒക്കെയാണ്, പക്ഷേ ഫേക്കായിട്ട് എത്ര ദിവസം നിൽക്കാൻ പറ്റും? അപ്പോൾ ഫേക്ക് ആണോ റിയൽ ആണോ എന്നുള്ളത് കണ്ടറിയാം. ഏതായാലും ശരി, ഒരു കാര്യം ഉറപ്പാണ്, അനീഷ് പറഞ്ഞ ആ ഒരു കാര്യത്തോട് ഞാനും യോജിക്കുന്നുണ്ട്. ഷാരിക ബിഗ് ബോസ് ഹൗസിനകത്ത് ഒരു നല്ല പിള്ള ചമയുന്നുണ്ട്. അതിൻ്റെ റീസൺ ഇത് മാത്രമല്ല, ലൈവിൽ മറ്റൊരു കാര്യം, ലെസ്ബിയൻ കപ്പിൾസ് ആയിട്ടുള്ള ആദില, നൂറ, ഇവരോട് ഒരു ഗേ റിലേറ്റഡ് ആയിട്ടുള്ള മൂവീസ് കണ്ടതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ സംസാരിക്കുന്നുണ്ട്. ആ സംസാരിക്കുന്ന കൂട്ടത്തിൽ ഷാരികയുടെ പേഴ്സണൽ ഇഷ്യൂസും പേഴ്സണൽ വിഷയങ്ങളും എടുത്തിടുന്നുണ്ട്. അതായത്
താൻ അത്തരത്തിലുള്ള ഗേ മൂവീസ് കാണുന്നതും ഹസ്ബൻഡ് അതുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ചോദിച്ചതും തൻ്റെ മകൾക്ക് ഒരു പെൺകുട്ടിയോടാണ് ഇനി ഇഷ്ടം തോന്നിയാൽ അത് താൻ സപ്പോർട്ട് ചെയ്യും എന്നൊക്കെയുള്ള കാര്യങ്ങൾ വെറുതെ ഇരുന്ന് പറയുന്നുണ്ട്. ഈ പറയുമ്പം ഇതൊക്കെ ഈസി ആയിട്ട് പറയും. പക്ഷേ ഈ കേട്ടോണ്ടിരിക്കുന്നവർ ഒരു 10 ദിവസം കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു 50 ദിവസം കഴിയുമ്പോൾ ഈ സെയിം കാര്യത്തിന് അടി ഉണ്ടാക്കുമ്പോഴായിരിക്കും ശാരിക പെട്ടുപോകുന്നത്. പക്ഷേ ഇതൊക്കെ ലൈവിലായിരുന്നു കാണിച്ചത്. ശാരിക ഇത്തരത്തിൽ സംസാരിച്ചതൊന്നും എപ്പിസോഡിൽ വന്നിട്ടില്ല. അപ്പോൾ നമുക്കിനി നമ്മുടെ ബിഗ് ബോസ് ഈ പറയുന്ന നന്മമരം, സ്വാർത്ഥത, ഒറ്റപ്പെടൽ, ഇരട്ടത്താപ്പ്, അലസത, അതുപോലെ വസ്ത്രധാരണം എന്നിങ്ങനെ കുറേ കാര്യങ്ങളുടെ പേരിൽ മത്സരാർത്ഥികൾ നോമിനേറ്റ് ചെയ്തിട്ടുള്ളവരുടെ ഒരു ലിസ്റ്റ് ബിഗ് ബോസ് വായിക്കുന്നുണ്ട്. അതിൽ 2 വോട്ടുകൾ കിട്ടി അനുമോൾ, ശാരിക. 2 പേർക്കും 2 വെച്ചിട്ട് നോമിനേഷൻസ് വന്നിട്ടുണ്ട്. ആര്യന് 3 നോമിനേഷൻസ് വന്നിട്ടുണ്ട്. രേണു സുധി, നിവിൻ, ജിസേൽ ഇവർക്ക് 3 പേർക്കും 4 വോട്ടുകൾ വെച്ച് വന്നിട്ടുണ്ട്. നോമിനേഷൻസ് ആണ് പറയുന്നത്. ദെൻ രഞ്ജീത്തിന് 5 വന്നിട്ടുണ്ട്, ശൈത്യ 8. ഇത്തവണത്തെ നോമിനേഷൻ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു സാറ്റിസ്ഫാക്ഷൻ തന്നിട്ടുണ്ട്. കാരണം ശൈത്യ ഒട്ടും കളിക്കുന്നില്ല. പിന്നെ രഞ്ജിത്തിൻ്റെ ഒരു പ്രശ്നം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, രഞ്ജിത്ത് ഒരു എലോൺ വൈബിൽ ജീവിച്ചിരുന്ന ഒരാളാണ്. പുള്ളിക്കാരൻ ഒറ്റയ്ക്കിരിക്കുന്നത് തന്നെയാണ് സമാധാനം. പിന്നെ എന്തിനാണ് പുള്ളിക്കാരൻ ഇങ്ങോട്ട് കയറി വന്നത്? പിന്നെ പുള്ളിക്കാരന് കുറേ കാര്യങ്ങളൊക്കെ അറിയാം, നന്നായിട്ട് എല്ലാവരെയും വീക്ഷിക്കുന്നുണ്ട്, കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്, പിന്നെ കുറച്ചധികം തമാശകളൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അത് പോരാ. ഈ ക്യാമറ കുറേയധികം രഞ്ജിത്തിൻ്റെ മുമ്പിലോട്ട് കൊണ്ടുവന്ന് ക്യാമറ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ക്യാമറയിൽ രഞ്ജിത്ത് ലൈവിൽ കുറേ ഇടത്ത് വരുന്നുമുണ്ട്. പക്ഷേ എപ്പിസോഡിൽ 1% പോലും രഞ്ജിത്തിൻ്റെ ഒന്നും ഒരു കാര്യവും വന്നിട്ടില്ല. കാരണം ഒരു മൂലയിലിരുന്ന് ആൾ സംസാരിക്കുകയാണ്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു തരം വാഴക്കളിയാണ്. അപ്പോൾ ഏതായാലും ശരി, ഇതൊക്കെ ആയിരുന്നു നമ്മുടെ നോമിനേഷൻ. അപ്പോൾ അടുത്ത വെള്ളിയാഴ്ച വരെ ഈ പറയുന്ന വ്യക്തികൾക്ക് വോട്ട് കൊടുക്കാനുള്ളൊരു ഇതുണ്ട്. ആർക്കൊക്കെയാണ് ആ നോമിനേഷനിൽ വന്നതെന്നൊക്കെ നമുക്ക് പറയുന്നുണ്ട്. ഇനി അടുത്തത് ഒരു വൻ അടിയായിരുന്നു. നമ്മൾ ഏഷ്യാനെറ്റിൻ്റെ പ്രൊമോയിൽ കണ്ട രേണു സുധിയുടെ ആ ഒരു ബിഗ് ഫൈറ്റ്. അത് വേറൊന്നും ആയിരുന്നില്ല. അവർ ആ ലിവിങ് ഏരിയയിൽ ഇരിക്കുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഷാനവാസ് ഓൾറെഡി തലവേദനയുടെ കാര്യം പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ ക്യാപ്റ്റനായിട്ടുള്ള അനീഷ് അത് കേട്ടില്ല. പക്ഷെ രേണു സുധി അത് പറഞ്ഞത് അനീഷ് കേട്ടു. അതുകൊണ്ട് രേണു സുധിക്ക് ഒരു ഇളവ് കൊടുത്തു, ഒന്ന് കയറി തലയൊന്ന് ചായച്ചോളാൻ. അപ്പോഴേക്കും അവിടെ അത് വലിയൊരു ഇഷ്യൂ ആയില്ല. പക്ഷെ ഷാനവാസിന് തലവേദന ഉണ്ടെന്ന് അപ്പോൾ തന്നെ വീണ്ടും പറയുന്നുണ്ട്. അനീഷ് പറഞ്ഞു, എന്നോട് ഷാനവാസ് പറഞ്ഞില്ല എന്ന്. ഇനി ആ സീൻ കഴിഞ്ഞതിന് ശേഷം പുറത്തിറങ്ങിയപ്പോൾ രേണു സുധിക്ക് ഒരു കുഴപ്പമില്ല, രേണു സുധിക്ക് തലവേദന മാറി എന്ന് പറഞ്ഞിട്ട് രേണു സുധി അവിടെ നിന്ന് മാറുന്നുണ്ട്. അപ്പോൾ ഈ മാറ്റം കണ്ടപ്പോഴേക്കും നമ്മുടെ ഷാനവാസിൻ്റെ ഒപ്പം നിന്ന് അക്ബറിനും അതുപോലെ ഏറ്റവും ആദ്യം ഇഷ്ടപ്പെടാതെ വന്നത് നമ്മുടെ അഭിലാഷാണ് ശരിക്കും അതൊരു പ്രശ്നമാക്കി ശൈത്യയോട് സംസാരിച്ച്, ശൈത്യയും അതുപോലെ അഭിലാഷും, ശൈത്യ കൂടുതലൊന്നും സംസാരിച്ചില്ല, അഭിലാഷ് അത് വലിയൊരു പ്രശ്നമാക്കിയിട്ട് രേണുവിനെ എടുത്തിട്ട് കാണിച്ച് മാറിച്ച് ബഹളം വെക്കുന്നുണ്ട്. രേണു ആണെങ്കിലോ തലവേദന എന്ന് പറഞ്ഞ ആളാണേ അവിടെ കിടന്ന് അലറി വിളിക്കുന്നുണ്ട്. നമ്മൾ മറ്റേ എന്താ പറയുക, ഇൻ്റർവ്യൂവിലൊക്കെ ഇരുന്ന് കാണുന്ന കണക്ക് നിന്നെ ഞാൻ കാണിച്ച് തരുമട എന്ന് പറഞ്ഞിട്ട് കുറേ ഡയലോഗ് അടിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അത് കണ്ടപ്പോൾ എനിക്ക് തലവേദന വന്ന്. ബിഗ് ബോസ് അപ്പോഴേ ഉറങ്ങിക്കാണും. മിക്കവാറും ബിഗ് ബോസ് ഇനി നാളെ രാവിലെ എഴുന്നേക്കത്തുള്ളൂ. അമ്മാതിരി തലവേദനയായിരുന്നു ഇന്നത്തെ ആ ഒരു രേണു സുധിയും അക്ബറും അഭിലാഷും എല്ലാം കൂടെ. അങ്ങനെ ഇതിൻ്റെ സംഭവത്തിൻ്റെ ഇടയിൽ ഞാൻ ഒരാളെ മിസ് ചെയ്തു. ശാരികയെ കണ്ടില്ല ഞാൻ. ഈ അവസ്ഥയിൽ ശാരിക എനിക്ക് തോന്നുന്നു ഓൾറെഡി ടാസ്കിൻ്റെയും അതുപോലെ തന്നെ എക്സ്പ്ലനേഷൻസ് ഒക്കെ വന്നപ്പോൾ ശാരിക കുറച്ചൊന്ന് ഉറങ്ങിയായിരുന്നു. ആ ഉറക്കം കംപ്ലീറ്റ് ചെയ്യാൻ പോയതാണെന്ന് തോന്നുന്നു ശാരിക അവിടെ ഇല്ലായിരുന്നു. ഈ ഒരു വഴക്ക് തീരാറായപ്പോഴാണ് ശാരിക വരുന്നത്. ഏതായാലും രേണു സുധി വീണ്ടും ബിഗ് ബോസ്, നമ്മൾ അതൊക്കെ ട്രോളിനകത്ത് ഒരുപാട് തവണ വന്നതാണ്. ബിഗ് ബോസിൻ്റെ അടുത്ത് രേണു സുധി പോയി ഓരോന്ന് പറയുന്നത്, എനിക്ക് പെയിൻ കില്ലർ വേണം, എനിക്ക് തന്നേ പറ്റൂ, എനിക്ക് വയ്യ എന്നൊക്കെ പറഞ്ഞ് രേണു സുധി. അപ്പോൾ നമ്മുടെ ക്യാപ്റ്റന് ഉത്തരവാദിത്വം ഉണ്ടല്ലോ, ക്യാപ്റ്റൻ വന്നിട്ട് ബിഗ് ബോസിനോട് പറഞ്ഞു രേണു സുധിക്ക് തീരെയും വയ്യ, ഹോസ്പിറ്റൽ അത് ഡോക്ടറിൻ്റെ എന്തെങ്കിലും അറേഞ്ച്മെൻറ്റ്സ് വേണം, എന്തൊക്കെയോ വേണം എന്ന് പറഞ്ഞു. പക്ഷെ പറഞ്ഞത് രേണു സുധിക്ക് മാത്രമായതുകൊണ്ട് ഷാനവാസ് വന്നിട്ട് എന്താ എൻ്റെ തലവേദനയ്ക്ക് ഇവിടെ ഒരു വിലയും ഇല്ലേ. അപ്പോൾ ആ ഒരു വിലയുടെ കാര്യം പറഞ്ഞിട്ട് ഷാനവാസ് വന്നു സംസാരിക്കുന്നു. പിന്നെ ഷാനവാസിൻ്റെ ഒപ്പം സരികയും സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഷാനവാസ് തന്നെ നമ്മുടെ അനീഷിനോട് സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഇതങ്ങോട്ട് കേൾക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ അനീഷ് കയ്യിൽ നിന്ന് പോയെന്ന് കണ്ടു കഴിഞ്ഞാൽ അനീഷിൻ്റെ ഒരു സ്വഭാവം ഉണ്ട് കേട്ടോ. 2 കൈയും നേരെ പോക്കറ്റിൽ അങ്ങോട്ടിട്ട് പിന്നെ ഒന്നും മിണ്ടത്തില്ല.
ഒരു 10 സ്റ്റെപ്പ് അങ്ങോട്ട്, ഒരു 10 സ്റ്റെപ്പ് ഇങ്ങോട്ട്, വീണ്ടും ഒരു 10 സ്റ്റെപ്പ് അങ്ങോട്ട്. കാരണം ഇത് റെന ഫാത്തിമയുടെ അടുത്തും ഇതേ സെയിം ഒരു അവസ്ഥ കാണിച്ചു. അപ്പോൾ ഷാനവാസിൻ്റെ അടുത്ത് ഇത് കാണിച്ചപ്പോൾ ഷാനവാസും ഇതേപോലെ തന്നെ കയ്യും പോക്കറ്റിയിട്ട് അവൻ്റെ കൂടെ തന്നെ, അതായത് അനീഷിൻ്റെ കൂടെ തന്നെ ഷാനവാസും 10 വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ശരി, വളരെ ഗംഭീരമായിട്ടുള്ള അടി, വളരെ ഗംഭീരമായിട്ട് ഒരു തമാശയൊക്കെ കാണിച്ചാണ് അവസാനിപ്പിച്ചത്. അവരുടെ ഇടയിൽ തമാശയൊന്നും ഇല്ലായിരുന്നു കേട്ടോ, നമുക്ക് കാണുമ്പോൾ ഒരു ഫണ്ണൊക്കെ തോന്നും. അങ്ങനെ ഏതായാലും നമുക്ക് അനീഷാണ് നിറഞ്ഞു നിൽക്കുന്നത്. കോമണറായിട്ട് ബിഗ് ബോസിലേക്ക് വന്ന ആൺതരി അടിപൊളിയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഇതുവരെ ഒരു സ്ത്രീ വിരുദ്ധത എന്നെനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ എങ്കിലും അനീഷ് ഒരു റിഗ്രസീവാണ്, അതായത് ഒരു പിന്തിരിപ്പൻ ചിന്താഗതിക്കാരനാണ് എന്ന് തോന്നുന്നുണ്ട്. എന്തായാലും കണ്ടറിയാം. പക്ഷേ ഒരു കാര്യത്തിൽ എനിക്ക് ഭയങ്കര ഒരു അതിശയം തോന്നി. നിങ്ങളൊക്കെ ശ്രദ്ധിച്ചു കാണുമായിരിക്കും, ഈ രേണു സുധി എന്ന പേര് ഇപ്പോൾ കേരളത്തിൽ മലയാളികളുടെ ഇടയിൽ അറിയാത്തവരാരും കാണത്തില്ല. കാരണം ഇൻസ്റ്റഗ്രാം ആണെങ്കിലും യൂട്യൂബ് ആണെങ്കിലും എടുക്കുമ്പോൾ ഒരു വട്ടമെങ്കിലും രേണു സുധി എന്നൊരു വാക്ക് നമ്മൾ വായിക്കും. പക്ഷേ ഈ പേര് മാത്രം അനീഷിന് ഇതുവരെ അറിയത്തില്ല. അപ്പോൾ അനീഷ് ഇതുവരെ രേണു സുധിയുടെ ഒരു വാർത്ത പോലും കണ്ടിട്ടില്ലേ എന്നാണ് എനിക്ക് എക്സൈറ്റ്മെൻറ്റ് തോന്നിയത്. ഞാനിത് പറയാൻ കാരണം, രേണു സുധിക്ക് പകരം നമ്മുടെ രേണു സുധി എന്ന് പറയുമ്പം രേണു, അതിനെ നമുക്ക് രേണു എന്ന് വായിക്കാം, റെണു എന്നും വായിക്കാം, രേണു എന്നുള്ളതിന്. അപ്പം അനീഷ് അത് വായിക്കുന്നത്, പ്രൊനൗൺസ് ചെയ്യുന്നത് മറ്റൊരു തരത്തിലാണ്, രേണു എന്നാണ്. അപ്പം രേണു എന്നാണ് പറയുന്നത്. അപ്പം രേണു എന്നല്ല പറയുന്നത്. അപ്പോൾ ഇതുവരെ രേണുവിൻ്റെ പേര് കേട്ടിട്ടില്ലാത്ത ഒരു വ്യക്തിയാണ് അനീഷ് എന്നാണ് എനിക്ക് തോന്നിയത്. പിന്നെ ആ എപ്പിസോഡിൻ്റെ ഏറ്റവും അവസാനം വീണ്ടും ഈ പറഞ്ഞ ഈ സെയിം സംഭവത്തിനകത്ത് അപ്പാനി ശരത്ത് കിടന്ന് ശരിക്കും രേണുവിനെ കുറേ പറയുന്നുണ്ട്. അങ്ങനെ ഒരു വലിയ വഴക്ക്. പിന്നെ അതുപോലെ അപ്പാനി ശരത്ത് രേണുവിനെ വഴക്ക് പറയുന്നതിൻ്റെ ഇടയിൽ ഒരു വാക്ക് യഥാർത്ഥത്തിൽ ഇങ്ങനെ മീൻസ് എല്ലാവരുടെ അടുത്തുമായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, വരട്ടെ റിയൽ സ്വഭാവം പുറത്ത് വരട്ടെ. അപ്പം ഈ അപ്പാനി ശരത്തൊക്കെ രേണു സുധിയെ നന്നായിട്ട് പഠിച്ചു വെച്ചിരിക്കുകയാണ്. രേണു സുധി ബിഗ് ബോസിലേക്ക് വന്നത് തന്നെ എന്തിനാണ് എന്നൊക്കെയുള്ളത് മിക്കവാറും ഇതിൻ്റെ അകത്ത് തന്നെ പലപ്പോഴും പലരും ഒക്കെ സംസാരിച്ചിട്ടുണ്ടായിരിക്കും. പിന്നെ ഇതൊക്കെ സംസാരിച്ചതിന് ശേഷം നമ്മുടെ രേണു സുധി സ്ഥിരം ഡയലോഗായിട്ടുള്ള ഫ്ലവർ അല്ലടാ ഫയർ ആടാ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ ഈ ഒരു എപ്പിസോഡ് അവസാനിച്ചു. എന്തായാലും ഫസ്റ്റ് എപ്പിസോഡ് മത്സരാർത്ഥികളെയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായോ? അതുപോലെ തന്നെ ഇവിടുത്തെ ഈ പ്രശ്നങ്ങളൊക്കെ ഒരു പ്രശ്നങ്ങളായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നൊക്കെയുള്ളത് കമൻറ്റ് ചെയ്യുക. അതുപോലെ ഈ റിവ്യൂ എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളിലൂടെ രേഖപ്പെടുത്താം. അപ്പോൾ ഈ റിവ്യൂ എങ്ങനെയുണ്ടെന്നുള്ളതും ഉറപ്പായിട്ടും നിങ്ങൾ കമൻറ്റിൽ എഴുതുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.